നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. തൃശൂരിൽ നിർത്തിയിട്ട ലോറിക്ക് പുറകിൽ ചരക്ക് ലോറി ഇടിച്ച് അപകടം. ക്ലീനർ മരിച്ചു. തമിഴ്നാട്ടുകാരനായ അറുമുഖ സുന്ദര പെരുമാളാണ് മരിച്ചത്. ദേശീയപാത മണ്ണുത്തി കല്ലിടുക്കിൽ ഇന്ന് പുലർച്ചെയാണ് അപകടമുണ്ടായത്. ചാലക്കുടിയിൽ മദ്യമോഷ്ടാവ് പിടിയിൽ. വെള്ളാഞ്ചിറ തുരുത്തിപ്പറമ്പ് മോഹൻദാസ് ആണ് പിടിയിലായത്. ചാലക്കുടിയിൽ മൊബൈൽ മോഷ്ടാവ് അറസ്റ്റിൽ. അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന വീട്ടിൽ നിന്നും ഫോൺ മോഷ്ടിച്ച മുർഷിദാബാദ് സ്വദേശി ആഷിഖിനെയാണ് ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തത്. വാർത്തകൾ വിശദമായി. തൃശൂരിൽ നിർത്തിയിട്ട ലോറിക്ക് പുറകിൽ ചരക്ക് ലോറി ഇടിച്ച് അപകടം. ക്ലീനർ മരിച്ചു. ദേശീയപാത മണ്ണുത്തി കല്ലിടുക്കിൽ ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് അപകടമുണ്ടായത്. നിർത്തിയിട്ടിരുന്ന ലോറിയുടെ ക്ലീനർ തമിഴ്നാട്ടുകാരനായ അറുമുഖ സുന്ദര പെരുമാളാണ് മരിച്ചത്. ഡ്രൈവർ കരൂർ സ്വദേശി വേലുസ്വാമിയെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേടായതിനെ തുടർന്ന് ദേശീയപാതയിൽ കല്ലിടുക്കിൽ നിർത്തിയിട്ടിരുന്ന ലോറിയിൽ മറ്റൊരു ചരക്ക് ലോറി ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ലോറിയുടെ ക്യാബിനിലുണ്ടായിരുന്ന ക്ലീനറും ഡ്രൈവറും പുറത്തേക്ക് തെറിച്ചു വീണു. ക്യാബിൻ പൂർണ്ണമായും തകർന്നു. ക്ലീനറുടെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്നാണ് മരണം സംഭവിച്ചത്. ചാലക്കുടിയിൽ മദ്യമോഷ്ടാവ് പിടിയിൽ. വെള്ളാഞ്ചിറ തുരുത്തിപ്പറമ്പ് മോഹൻദാസ് ആണ് പിടിയിലായത്. ചാലക്കുടിയിലെ ബിവറേജിൽ നിന്നും സ്ഥിരം മദ്യം വാങ്ങുന്ന ആളാണ് മോഹൻദാസ്. കൂട്ടത്തിൽ ബെക്കാടി മദ്യം സൂത്രത്തിൽ കൈക്കലാക്കും. ചൊവ്വാഴ്ച വൈകിട്ടാണ് മദ്യം മോഷ്ടിച്ച ഇയാളെ ജീവനക്കാർ കൈയോടെ പിടികൂടിയത്. കുറച്ചു നാളുകളായി എല്ലാ ദിവസവും ജീവനക്കാർ കണക്ക് നോക്കുമ്പോൾ 4000 രൂപയോളം കുറവ് കണ്ടിരുന്നു. മദ്യത്തിൽ കുറവും കണ്ടു. എന്നാൽ ഇത് എങ്ങനെ സംഭവിക്കുന്നെന്ന കാര്യത്തിൽ സംശയത്തിലായിരുന്നു. തുടർന്നാണ് സ്ഥിരം മദ്യം വാങ്ങാനെത്തുന്ന മോഹൻദാസിനെ നിരീക്ഷിച്ച് കഴിഞ്ഞ ദിവസം ബെക്കാടിൻ കുപ്പി മോഷ്ടിച്ച് അറയിൽ തിരുകുന്നത് CCTVയിൽ കണ്ടത്. രാവിലെ മുതൽ പല തവണകളിലായി എത്തിയിരുന്നു. വൈകിട്ട് 4ാമത്തെ തവണ എത്തിയപ്പോഴാണ് ഇയാളെ കൈയോടെ പിടികൂടിയത്. ചാലക്കുടി പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തു. ചാലക്കുടിയിൽ മൊബൈൽ മോഷ്ടാവ് അറസ്റ്റിൽ. ചാലക്കുടി പാലസ് റോഡിലുള്ള അതിഥി തൊഴിലാളികൾ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ നിന്നും മൊബൈൽ ഫോൺ മോഷ്ടിച്ച മുർഷിദാബാദ് സ്വദേശി ആഷിഖിനെയാണ് ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാൾ കഴിഞ്ഞ 2 വർഷമായി ഷൊർണൂരിൽ ഹോട്ടൽ ജോലി ചെയ്തു വരികയായിരുന്നു. 2 ദിവസം മുമ്പാണ് ചാലക്കുടിയിൽ വന്നത്. ചൊവ്വാഴ്ച പുലർച്ചെ 4:30ഓടെയാണ് ചാലക്കുടി പാലസ് റോഡിലുള്ള അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന വീട്ടിൽ കയറി വികാസ് കുമാറിന്റെ മൊബൈൽ ഫോൺ മോഷ്ടിച്ചത്. തുടർന്ന് റൂമിലെ താമസക്കാർ ഇയാളെ തടഞ്ഞു വെക്കുകയായിരുന്നു. ചാലക്കുടി പോലീസ് സ്ഥലത്തെത്തി ഇയാളെ അറസ്റ്റ് ചെയ്തു. ചാലക്കുടി പോലീസ് ഇൻസ്പെക്ടർ MK സജീവ്, സബ് ഇൻസ്പെക്ടർമാരായ പ്രദീപ്, ഋഷി പ്രസാദ്, അനിൽകുമാർ, സിവിൽ പോലീസ് ഓഫീസർമാരായ പ്രദീപ്, ബിനു എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. സംസ്ഥാനത്ത് ഇന്നും ചൂട് കൂടുമെന്ന് മുന്നറിയിപ്പ്. 7 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ മുന്നറിയിപ്പ് നൽകി. തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം, എറണാകുളം എന്നീ ജില്ലകളിലാണ് മുന്നറിയിപ്പ്. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും അസ്വസ്ഥതയുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. മാത്രമല്ല ചൂട് കൂടുന്നതിനൊപ്പം അൾട്രാവയലറ്റ് രശ്മികളുടെ തോതും വർദ്ധിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നാണ് മുന്നറിയിപ്പ്. രാവിലെ 11 മുതൽ വൈകിട്ട് 3 വരെ വെയിൽ നേരിട്ടേൽക്കാതെ ശ്രദ്ധിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു. സമഗ്ര ശിക്ഷാ കേരളം BRC മാളയുടെ നേതൃത്വത്തിൽ ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം ലഭിക്കുന്ന ഭിന്നശേഷി വിദ്യാർത്ഥികൾ, വിവിധ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന ഭിന്നശേഷി വിദ്യാർത്ഥികൾ എന്നിവരുടെ സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു. ഉല്ലാസപ്പറവുകൾ എന്ന പേരിൽ മാള നെയ്തക്കൊടിയിൽ സംഘടിപ്പിച്ച സൗഹൃദ സംഗമം മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ഷാൻഡി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. സംഗമത്തിൽ പങ്കെടുക്കാൻ സാധിച്ചെങ്കിൽ വളരെയധികം സന്തോഷമുണ്ട്. വിദ്യാലയങ്ങളിലോ മറ്റു പരിപാടികളിലോ പങ്കെടുക്കാൻ പറ്റാത്ത മക്കൾക്കും അവരുടെ മാതാപിതാക്കൾക്കും ഇത്തരത്തിലുള്ള സംഗമം വളരെ ആനന്ദകരമായി തീരുമെന്ന് ഞാൻ കരുതുന്നു. അതുപോലെ തന്നെ ഇവിടെ ഈ BRC ഇത്ര മനോഹരമായ ഈ GB ഫാം തന്നെ തിരഞ്ഞെടുത്തത് അതുകൊണ്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ ഈ സംഗമത്തിന് മുൻകൈയെടുത്ത് പ്രവർത്തിച്ച ലീജു ടീച്ചർക്കും അതിൻ്റെ BRCയിലെ അധ്യാപകർക്കും എല്ലാ മാള ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങൾ, ആശംസകൾ അറിയിക്കുന്നു. ഞാൻ അധികം പറയുന്നില്ല, പറയാനായിട്ട് ഇസ്പാഷും ജോർജും ആശംസകൾ എല്ലാവരും തന്നെ ഇവിടെയുണ്ട്. അപ്പോൾ ഇവിടെ ആയിരിക്കുന്ന സമയം കൂടുതൽ ആനന്ദകരമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്
ഈ ഉല്ലാസ പർവ്വം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ചടങ്ങിൽ മാള പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു അധ്യക്ഷത വഹിച്ചു. ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ, കൂടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ, പൊയ്യ പഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ ശോഭന ഗോകുൽനാഥ്, മാള ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ ഡോക്ടർ ലീജു PK ഡേവിസ്, ആളൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി സുരേഷ്, പൊയ്യ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK കുട്ടൻ, കൂടൂർ പഞ്ചായത്ത് എഡ്യൂക്കേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സന്തോഷ് കുമാർ, പൊയ്യ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജോളി സജീവ്, മാള പഞ്ചായത്ത് മെമ്പർ സാബു പോൾ എടാട്ടുകാരൻ, SSK തൃശൂർ ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ ഡോക്ടർ NJ ബിനോയ്, അന്നമനട GUP സ്കൂൾ പ്രധാന അധ്യാപിക സൈന PB, GB ഫാം മാനേജർ സതീഷ്, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ക്രിസ്റ്റി ജോൺസൺ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു. AITUC കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കടൽമണൽ ഖനന പദ്ധതിയിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറുക എന്ന ആവശ്യവുമായി മത്സ്യത്തൊഴിലാളികൾ നടത്തുന്ന പാർലമെന്റ് മാർച്ചിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് AITUC പ്രതിഷേധം സംഘടിപ്പിച്ചു. ഏറിയാട് ചന്തയിൽ നിന്നും ആരംഭിച്ച പ്രകടനം കാര സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം CPI മണ്ഡലം സെക്രട്ടറി TP രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു. AITUC മണ്ഡലം പ്രസിഡന്റ് KC ശിവരാമൻ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി PK റഫീഖ്, മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ മണ്ഡലം സെക്രട്ടറി PN രവി, മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം VA കൊച്ചുമൊയ്തീൻ, NS ഗോപി, എടവലങ്ങ ലോക്കൽ സെക്രട്ടറി PA താജുദ്ദീൻ എന്നിവർ സംസാരിച്ചു. CPI ലോക്കൽ സെക്രട്ടറിമാരായ CB അബ്ദുൽ സമദ്, KV ഷാജു, VS കൃഷ്ണകുമാർ, PK രാജീവ്, CN സതീഷ് കുമാർ, CPI മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ സാറോബി ഉമ്മർ, സോമൻ താമരക്കുളം, അരുൺജിത്ത് കാനപ്പള്ളി തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂരിൽ നിർത്തിയിട്ട ലോറിക്ക് പുറകിൽ ചരക്ക് ലോറി ഇടിച്ച് അപകടം, ക്ലീനർ മരിച്ചു. തമിഴ്നാട്ടുകാരനായ അറുമുഖ സുന്ദര പെരുമാളാണ് മരിച്ചത്. ദേശീയപാത മണ്ണുത്തി കല്ലിടുക്കിൽ ഇന്ന് പുലർച്ചെയാണ് അപകടമുണ്ടായത്. ചാലക്കുടിയിൽ മദ്യമോഷ്ടാവ് പിടിയിൽ. വെള്ളാഞ്ചിറ തുരുത്തിപ്പറമ്പ് മോഹൻദാസാണ് പിടിയിലായത്. ചാലക്കുടിയിൽ മൊബൈൽ മോഷ്ടാവ് അറസ്റ്റിൽ. അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന വീട്ടിൽ നിന്നും ഫോൺ മോഷ്ടിച്ച മുർഷിദാബാദ് സ്വദേശി ആഷിഖിനെയാണ് ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.